കൃഷ്ണ ഗുരുവായൂരപ്പ. സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ. ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. നോബിൾ മാരിക്കാരനുണ്ട് വിവരങ്ങളുമായി. നോബിൾ, ഇപ്പോൾ സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. മലയാളത്തിലാണ് അദ്ദേഹം പ്രതിജ്ഞ ചൊല്ലിയിരിക്കുന്നത്. ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇനി എത്രത്തോളം പൂർത്തിയാകാനുണ്ട്? ഇപ്പോൾ സുരേഷ് ഗോപിയാണ് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിലാണ് അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് നടന്നിരിക്കുന്നത്. കേരളത്തിലെ മറ്റ് എംപിമാരുടെ സത്യപ്രതിജ്ഞ വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് ഉണ്ടാവുക. നേരത്തെ പ്രോട്ടേം സ്പീക്കറുടെ പാനലിൽ കൊടിക്കുന്നിൽ സുരേഷിന് സത്യപ്രതിജ്ഞ അവസരമുണ്ടായിരുന്നു. പക്ഷേ പ്രതിപക്ഷം അത് ബഹിഷ്കരിച്ച പശ്ചാത്തലത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എന്താണെങ്കിലും രാവിലെ സത്യപ്രതിജ്ഞ ചെയ്തില്ല. അദ്ദേഹം ഇനിയിപ്പോൾ വൈകുന്നേരം കേരളത്തെ എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. പ്രധാനമായും ഇന്നിപ്പോൾ 280 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. ബാക്കി 263 പേരുടെ സത്യപ്രതിജ്ഞ നാളെയാണ് നടക്കുക. സുരേഷ് ഗോപി മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്നും ഏറ്റവും ശ്രദ്ധേയമായി. കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര മന്ത്രി, കേന്ദ്ര സഹമന്ത്രി, അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് വിജയിച്ച ആദ്യത്തെ BJP അംഗം എന്നീ നിലകളിലൊക്കെ വലിയ തരത്തിൽ ശ്രദ്ധേയനാണ് സുരേഷ് ഗോപി. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ കുറച്ച് കേന്ദ്രമന്ത്രിമാർ കൂടിയാണ് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ളത്. അതിന് പിന്നാലെ സംസ്ഥാനങ്ങൾ, അതായത് അക്ഷരമാല ക്രമത്തിൽ സംസ്ഥാനങ്ങളുള്ള എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്തു തുടങ്ങും. പിന്നാലെയാണ് കേരളത്തിന്റെ ഊഴം വരുന്നത്. എന്താണെങ്കിലും 4 മണി മുതൽ 5 മണി വരെ സമയമാണ് നിലവിൽ കേരളത്തിലെ എംപിമാർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത് ലോക്സഭാ സെക്രട്ടേറിയറ്റ്. സ്മൃതി. ശരി, ലോക്സഭയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് നോബിൾ മാരിക്കാരൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. ലോക്സഭയിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയും മന്ത്രിമാരായി നിശ്ചയിക്കപ്പെട്ടവരുമാണ് ലോക്സഭാ എംപിമാരായി സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കുന്നത്.